ബേജാറാവണത്? നീയും അഖിലയും തമ്മിലുള്ള റൂട്ട് ക്ലിയർ ആയ സ്ഥിതിക്ക് ഇനി സ്വയം രക്ഷക്കുള്ള വഴി അവള് നോക്കിക്കോളും. അവൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സാർ വിളിച്ചാൽ അവൾക്ക് പോവാതിരിക്കാൻ പറ്റില്ല. പിന്നെ എന്താണ് ഒരു വഴി? വഴിയുണ്ട്. എന്ത് വഴി? ഇടഞ്ഞു നിൽക്കുന്ന ഒരു വില്ലനില്ലേ കഥയില്? പഴയതുപോലെ കാര്യങ്ങൾ അവന്റെ ചെവിയിൽ എത്തിച്ചാൽ ബാക്കി കാര്യം അവൻ നോക്കിക്കോളും. അതാര്? ദേ കമോൺ ആക്ഷൻ. വല്ലിച്ചിനിങ്ങി വാ. മാനവേന്ദ്രന്റെ ചുറ്റിക്കളി കണ്ടുപിടിച്ച് രഞ്ജുവിനെ ബോധ്യപ്പെടുത്താൻ പറ്റിയ അവസരം ഇതാ. എപ്പോ എത്തും? രാത്രിയിലോ? ഇന്ന് രാത്രിയിലോ? അത് മതി, പക്ക. ക്ലൈമറ്റോ? ക്ലൈമറ്റൊക്കെ നല്ല ചൂടും തണുപ്പും അല്ലേ? ഓക്കെ ഓക്കെ. മനുസാറിന് താമസിക്കാൻ രഹസ്യമായിട്ട് വേറൊരു മുറിയോ? നീ എന്തായി പറയുന്നേ? ഒരാൾക്ക് താമസിക്കാൻ ഒരു മുറി പോരെ? എടാ മണ്ട, നീ ഈ ലോകത്തൊന്നും അല്ലേ ജീവിക്കുന്നത്? രഹസ്യമായിട്ട് വേറെ മുറി എടുക്കുന്നത് എന്തിനാ? എന്തെങ്കിലും ചുറ്റിക്കളി കാണും. ഷൂട്ടിങ്ങിനെന്നും പറഞ്ഞ് കുറെ മോഡൽസിനെ കൊണ്ട് പോണ്ടിച്ചേരിയിൽ വന്നത് എന്തിനാണെന്നാ നിന്റെ വിചാരം? അയ്യേ, മനുസാർ ആ ടൈപ്പാണോ? പിന്നല്ലാതെ, അതാണ് ആണുങ്ങള്. ഏത് മുറി എടുത്തിരിക്കുന്നു? 104. ഇന്ന് രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോ മുറിയിൽ വരണമെന്ന് ഏതോ ഒരു പെൺകുട്ടിയോട് പറഞ്ഞു കഴിഞ്ഞു. ആ മുറിയുടെ താക്കോൽ മനുസാർ നമ്മുടെ മുറിയിലെ ടീപ്പോയുടെ മുകളിൽ കൊണ്ടുവന്ന് വെക്കും. കിടക്കാൻ നേരത്ത് മുറി അടക്കരുതെന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. രാത്രി മനുസാർ വന്ന് ആ താക്കോൽ എടുത്തുകൊണ്ട് പോകും. ഇതാണ് പദ്ധതി. അതിനെന്തിനാ താക്കോല് നമ്മുടെ മുറി വെക്കുന്നത്? മനുസാറിന്റെ കയ്യിൽ വെച്ചാ പോലെ. രഞ്ജിച്ചേച്ചി എങ്ങനെ ആ താക്കോല് കണ്ടാ സംശയം തോന്നൂലേ? ഓ അങ്ങനെ. എന്തൊരു ബുദ്ധി. ഇനി നീ ഇതാരോടും പറയാൻ പോകണ്ട. അവരായി അവരുടെ പാടായി. അല്ലെങ്കിൽ നമ്മൾ വെറുതെ നിരപരാധികളാവും. വന്നു. പാതിരാത്രിയായാലും നിനക്ക് ഉറക്കൊന്നുമില്ലേ? ഇന്നത്തെ രാത്രി എനിക്ക് ഉറക്കമില്ല വല്യച്ഛൻ. അതെന്താ? നിനക്കിന്നിവിടെ ശിവരാത്രിയാ? ഇന്ന് എനിക്ക് മാത്രമല്ല വല്യച്ഛനും ശിവരാത്രിയാ. തൽക്കാലം വല്യച്ഛൻ ഇവിടെ എത്തിയ വിവരം ആരും അറിയാൻ പാടില്ല. ഇനി വന്നേ, ഞാൻ ഫോൺ ചെയ്ത് പറഞ്ഞില്ലേ മനുവിന്റെ ചുറ്റിക്കളി കണ്ടുപിടിക്കാൻ പറ്റിയ അവസരം ഇതാണെന്ന്. എല്ലാം ഇന്ന് നേരിട്ട് കാണാൻ വല്യച്ഛ. നീ ചുറ്റി വളയാതെ കാര്യം എന്താണെന്ന് പറ ബാലു. അതൊക്കെ ഞാൻ മുറി ചെന്നിട്ട് എല്ലാം വിശദമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാം. കാർ മാറ്റിയിടാൻ പറഞ്ഞു. ഓപ്പറേഷൻ സക്സസ്. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? 104-നകത്ത് എന്നെ ആക്കിയിട്ട് വല്ലിച്ച മുറി പൂട്ടണം. ഓക്കെ? പൂട്ടിക്കോ. താക്കോൽ അവിടെ കൊണ്ടുവയ്ക്കുന്ന അവന്മാരെ അറിയരുത്. സൂക്ഷിച്ചു വേണം. ആ കാര്യം ഞാൻ ഏറ്റു. സോറി. ഇയാളെങ്ങനെ ഇവിടെ എത്തി? അതെ, ഇയാളെങ്ങനെ ഇവിടെ എത്തി? ബാല് കൊണ്ടുപോയ താക്കോൽ എങ്ങനെ ഇയാളുടെ കയ്യിലെത്തി? അതെ, ഈ താക്കോൽ എങ്ങനെ ഇയാളുടെ കയ്യിലെത്തി? നീ ഇങ്ങോട്ട് മാറി. പിടികിട്ടി. എന്ത് പിടികിട്ടി? ഇത് അവര് തമ്മിലുള്ള ഒരു പ്ലേയാ. എന്റെ പ്ലേ പറയാം. ബാല് കൊണ്ടുപോകുന്ന താക്കോൽ നമ്പ്യാർ തിരികെ കൊണ്ടുവന്ന് വെക്കുന്നു. വീണ്ടും ബാല് കൊണ്ടുപോകുന്നു, നമ്പ്യാർ തിരികെ വെക്കുന്നു. അങ്ങനെ കൊണ്ടുവെക്കുന്നു. അതെന്തിനാണെന്നാണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ അവര് തമ്മിലുള്ള ഒരു കളിയാണെന്ന്. എന്ത് കളി? ചുമ്മാ സമയം പോകാനായിട്ട് കിടന്നുറങ്ങടാ. അതായത് മനസ്സിലായില്ലേ? ഷേവിംഗ് ഫോം ഇതാരിവിടെ കൊണ്ടുവച്ചു. സ്പ്രേ. ഈ സ്പ്രേക്കൊക്കെ DTS സൗണ്ട് ആണല്ലോ. അല്ലേ വേണ്ട, അവിടെ ചെന്നിട്ടടിക്കാം.
ഭാഗ്യം എല്ലാരും ഉറങ്ങി. ശിവന്മാർ കിടന്ന് ഉറങ്ങിയാ മതിയല്ലോ, ഒന്നും അറിയണ്ട. 104 എല്ലാം ക്ലിയർ. ജീവ എടാ ജീവ, എന്താടാ? എടാ മനുസാർ വന്ന് താക്കോൽ എടുത്തോണ്ട് പോയി. ഏത് താക്കോല്? എടാ 104 താക്കോല് കൊണ്ടുപോട്ടെ, അതിന് നിനക്കെന്താ? എടാ സംഗതി കുഴയില്ലേ? എന്തു കുഴയാൻ? ഇവന്റെ കാര്യം. എന്റെ കാര്യം കുഴയാനാ? ഞാൻ കിടന്നുറങ്ങാൻ വേണേ. എന്തു സുനാമിയെങ്കിലും ആവട്ടെ. ഹലോ ഹലോ, ഞാനാ മനു. റൂമിലെത്തി, വേഗം വാ. സർ വേണ്ട, എനിക്ക് പേടിയാവുന്നു. ഒന്നും പേടിക്കണ്ടെന്നേ, ഇവിടെ അങ്ങ് ആരുമില്ല, എല്ലാരും ഉറക്കമായി. അല്ല, അത് പിന്നെ ദേ, എന്നെ ഡിസപ്പോയിന്റഡ് ആക്കരുത് പ്ലീസ്. വരണം, വന്നേ പറ്റൂ, ഞാൻ കാത്തിരിക്കുക. മോളെ 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 രഞ്ജു, എന്തൊരുറക്കം. അച്ഛനോ? അച്ഛനെപ്പോ വന്നു? ഞാനിപ്പോ വന്നേ ഉള്ളൂ. അത് പോട്ടെ, എന്റെ പുന്നാര മരുമോൻ എവിടെ? മനു ഇവിടെ കിടന്നിരുന്നല്ലോ. ബാത്റൂമിലോ മറ്റോ പോയി കാണും. മനുവേട്ടാ, എന്റെ മോളെ അങ്ങനെ വിളിച്ചാലൊന്നും അവൻ കേക്കില്ല. അവൻ എവിടെയുണ്ടെന്ന് ഈ അച്ഛനറിയാം. അച്ഛൻ എന്തായി പറയുന്നേ? ഓ, പാതിരാത്രിയിൽ ഭാര്യയെ മുറിക്കകത്ത് ഉറക്കി കിടത്തിയിട്ട് മുങ്ങുന്നൊരു ഭർത്താവിനാണല്ലോ മോളെ നിനക്ക് കിട്ടിയത്. നീ ഇനി ഒന്നും പറയണ്ട, എല്ലാം നേരിട്ട് കണ്ടാലേ നിനക്ക് ബോധ്യാവുള്ളൂ. വന്നേ വാടി. ദേ നോക്ക്, വെറുതെ എന്നെ ക്ഷമ പരീക്ഷിക്കരുത്. തനിക്കെന്താ എത്ര പേടി? അതൊന്നും പറഞ്ഞാ പറ്റില്ല, വന്നേ പറ്റൂ. 5 മിനിറ്റ്. എന്തൊക്കെയുണ്ട് അളിയ? ബാലു എന്താ ഇവിടെ? ഞാനിവിടെ യൂറിൻ പാസ് ചെയ്യാൻ വന്നതാ. അളിയൻ എന്താ ഇവിടെ? ഞാനിവിടെ. പറ എന്താ? നീ എന്തിന്റെ പുറപ്പാടാ? അളിയൻ എന്തിനുള്ള പുറപ്പാടാ? എനിക്കിവിടെ പേഴ്സണൽ ആയിട്ടൊരു കാര്യം. അളിയന് യൂറിൻ പാസ് ചെയ്യണോ? എന്താ ഒരു പുളിച്ച ചിരി? ബാലു, നീ രഞ്ജുവിനോട് പറയരുത്, കിടന്നിട്ട് ഉറക്കം വരും. എനിക്ക് തോന്നി. അതല്ല, അവൾ അറിയാതെ രഹസ്യമായിട്ട് 2 സ്മോൾ അടിക്കാൻ വേണ്ടി വന്ന. അതിപ്പോ രഞ്ജു അറിഞ്ഞാൽ എന്താ? അളിയന്റെ സ്മോൾ അടി പരസ്യമായ ഒരു രഹസ്യമല്ലേ? സ്മോൾ വന്നു, നമുക്ക് ഒരുമിച്ച് അടിക്കാം. അളിയൻ വാതിൽ വേണ്ട, ഞാൻ രഞ്ജുവിനോട് പറയില്ല. അളിയൻ വാതിൽ വേണ്ട. നീ പറയും, എനിക്കറിയാം. നമുക്ക് ഒരുമിച്ച് അടിക്കണം. വേഗം പൊയ്ക്കോ, ഞാൻ പിന്നെ വിളിക്കാം.